ஒரு சீக்கிரமா நான் ட்ரெஸ் மாத்திட்டு இருக்கும்போது ஸ்கல்லுன்னு ஒரு புள்ளி வந்து ஓகே அவன் வந்துட்டு அண்ணா அவன் வந்துட்டு நம்ம வந்துட்டு வெளில போறோம். சிம்பிள் ட்ரெஸ் അല്ലേ? ഇത് കൊള്ളാം ചന്ദ്ര കൊള്ളാം. എന്താ പരിപാടി? അണ്ണനോട് പറഞ്ഞു അതെന്താ പരിപാടി? ഫുൾ അണ്ണനോട് നമ്മള് ആണല്ലേ? ഓക്കെ എന്നാ നമുക്ക് ഒരുമിച്ച് കോച്ച് ഇതൊന്ന് പറക്കിയെടുത്ത് മേളിൽ കൊണ്ടുവച്ച് ഇങ്ങോട്ടൊന്ന്. കോച്ചുണ്ടോ നമ്മളോടെ? എടാ അതാ ഇതങ്ങ് പറിച്ചു വെച്ചടാ. കൊറേ നാളായി ഇവിടെ തന്നെ ഇതിരിക്കും. നമ്മളുടെ ഒരാളുടെ പരിപാടിയാ. அதான் அப்ப കുറച്ച് നേരം കളിച്ച് എന്താ സ്മോൾ ആയിട്ട് മുടിக்கிறேன் ഓക്കെ. സ്കല്ലിന് ഒരു പുള്ളി നമ്മൾക്ക് ഇൻവെസ്റ്റർ വരും പെട്ടെന്ന് പറ. കള്ളന്നൊരു പുള്ളി 50 വട്ടം പറഞ്ഞു. வந்து ഒസാമ കിட்ட ഇருந்து അത് അമേരിക്കക്കാരെന്ത് പാടുപെട്ടിട്ടാ പിടിച്ചെന്നറിയോ ബില്ലാദിനെയൊക്കെ. കുഴിയൊക്കെ കുരിന്ന് തുരന്നൊക്കെ പോയാണ് കൊണ്ടുവന്നത്. ബ്രസീലിയൻ സുമ്മാവാ. പിന്നെ എന്ത് പാടുപെട്ട്. அப்புறம் அந்த போட்டோலாம் எப்படி மாத்தணும்? അത് ഇല്ല അവിടുത്തെ ഫോട്ടോ ഒന്നും മാറ്റണ്ട. അവിടുത്തെ ഫോട്ടോയിലെല്ലാം നമ്മുടെ OG മെമ്പേഴ്സ് അതിനകത്ത് മൊത്തം. ഇല്ല ക്ലീൻ പண்றதுக்கு ഇല്ല തൽക്കാലം എവിടെയെല്ലാം നൂരി മറ്റോ മാറ്റി വെച്ചിരുന്നാ മതി. ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ്. ഹലോ പറയടാ. എടാ ഞാൻ വരുമ്പോ മാത്രം എന്താടാ എല്ലാരും സേഫ് സോൺ ആക്കുന്ന സിറ്റി? വേണ്ട എന്റെ നിഴലിന് ഉടുപ്പില്ലെന്ന്. ഞാൻ താഴെ എവിടെ നമ്മൾ അണ്ണന്റെ കൂടെ തന്നെ ഉണ്ടാവേ. ചെറിയൊരു ത്രെട്ടനിങ് കൊണ്ടാണ്. എന്റെ ഡ്രസ് നോക്കി എന്ത് എന്താടാ ആരാടാ എവിടെ ആരാര്? പരിന്തോസ് കോൾ 12. ഏടാ എനിക്ക് അങ്ങനെ ഒരു ഈഗോ ഉള്ള ആളല്ലോടാ ഞാൻ. വിളിച്ചു നോക്കാം. നമ്മൾ ഡൗൺ ടു എർത്ത് അല്ലടാ. ഹലോ ഹലോ മിസ്റ്റർ പരന്തുവാസമാണോ? അതെ പരന്തുവാസമാണ്. ആരാണത്? ഞാൻ കുക്കുച്ച ഡെലിവറി സർവീസിൽ നിന്നാണ്. നിങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവിടെ വീട്ടിൽ കൊണ്ട് തരുമോ? വീട്ടിലുണ്ടോ ഇപ്പോ? വീട്ടിലുണ്ട്. ഓക്കെ ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്നാ മതിയോ അതോ? ഗേറ്റിന്റെ അവിടെ വന്നിട്ട് വിളിച്ചോ. ഞാൻ ഓക്കെ ശരി. ആരോട് എനിക്ക് ഡെലിവറി ഉണ്ടെന്ന്. അണ്ണത് നോക്കണല്ലോ ബോംബാണെങ്കിലോ. അണ്ണ ത്രെട്ടനിങ് കൊണ്ട് അണ്ണനെ വാലന്റൈൻസ് ഡേ അല്ലടാ. ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് എല്ലാം നന്നായിരിക്കൂടാ. അണ്ണാ അതിലൊരു ബോംബ് ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേകളിലാണ് ഓരോ ഞാൻ നോക്കാം ഫസ്റ്റ് എന്തായാലും. ഞാൻ ഗ്യാങ്സിനകത്തുണ്ട്. കോച്ചിനും ത്രെട്ടനിങ് ഉണ്ട്. കോച്ചിനും തനിച്ചു വിടത്തില്ല. ഇങ്ങനെ ഒരു ലീഡർ ഉള്ളതിനേക്കാളും ശവം ലീഡർ ആയിട്ടിരിക്കുന്നതാണ്. ടോക്കിയോ സ്നീക്കി ചാറ്റു. അതാരാണ് പറഞ്ഞത്? അവിടുത്തെ ഹലോ വാസല്ലേ? അതെ ആരാ? ഞാൻ ഒരു ഗ്യാങ് ഹൗസിലോട്ട് വിസിറ്റ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. അതിന് പെർമിഷൻ ഉണ്ടാവോ? കേറി കണ്ടോ കുഴപ്പമൊന്നുമില്ല. കാണാവോ? ഞാൻ എന്നാ പുറത്തുണ്ട്. ഒരാളൊന്ന് വിടുവോ ഗ്യാങ് ഹൗസ് കാണിക്കാൻ? ഒരാളൊന്ന് വിടുവോ ഗ്യാങ് ഹൗസ് കാണാൻ? ഞങ്ങള് ഗ്യാങ് ഹൗസിലുണ്ട് ബ്രോ. കേറി കണ്ടോ? അകത്തോട്ട് വന്നോട്ടെ? ഓക്കെ താങ്ക് യു. ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. ഹോസ്റ്റലാണ്. എനിക്ക് മനസ്സിലായി. അവരുടെ ഹോസ്റ്റലായിട്ട് MRC ടോക്കിയോ സിറ്റുവേഷൻ എന്താണ് മനസ്സിലായി. അവര് ഇടിപ്പിച്ചതാ. ഹലോ താങ്ക് യു. ഞാൻ ആദ്യം തന്നെ ഇവിടെ കേറി കണ്ടോ
ഓക്കെ താങ്ക് യു. പക്ഷെ ഞാൻ വേറെ അവൻ ഊക്കുവാണ്. എനിക്ക് തോന്നി അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, കുഴപ്പമില്ല. എടാ ചിലരുടെ സംസാരമായിരിക്കും. ഞാൻ പറയട്ടെ, വേറെ കാര്യം പറയട്ടെ ഗൈസ്. ഈ സിറ്റിയിലെ ഇപ്പൊ ഈ RPയുടെ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ട് കുറെ പേര് പുതിയ കുറെ പാണപ്പന്മാര് സിറ്റിയിൽ കയറിയിട്ടുണ്ട് കേട്ടാ. ഒരു റൂളും അറിയത്തില്ല, ഒന്നും അറിയാതെ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ നിന്ന് മുതുക്കിൽ നിന്ന് ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് സംസാരിക്കണ ഒരു ക്ലിപ്പ് ചെയ്യുന്നു കണ്ട്. എന്റെ ആളിയ അവന് പെർമനന്റ് കിട്ടി കേട്ടാ. അവന് സിറ്റിയിൽ പെർമനന്റ് കിട്ടി. ഇപ്പൊ സ്വാമി ശരണം ദൈവമേ. അയ്യോ. ഹലോ ഹലോ സാറേ, ഗേറ്റിന്റെ മുമ്പിലുണ്ടേ. അതെ വരുന്ന ഓക്കെ. ലോയൽറ്റി പോയിന്റ്സ്. 40-46. കാർഡുണ്ട്. 40 കാർഡ് കൊണ്ട് കാര്യമില്ല. ഫുഡും വെള്ളം എന്തെങ്കിലും തിന്നിട്ട് ഒരു സെക്കൻഡ് അല്ലേ ചത്തു. പോയിന്റ്സ് പോയിന്നോ? എന്ത് എന്താടാ? ഹോസ്റ്റേജാ. എന്റെ പേര് ലിക്ക് എന്നാണ്. കുക്കൂച്ച ഡെലിവറി സർവീസ് എന്നാണ് വരുന്നത്. നിങ്ങൾ ഡെലിവറി നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് തരാൻ വന്നാണ്. ഞാൻ ഓൺലൈനിലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് അവർ ബുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോയിരിക്കും. അതപ്പോൾ അവർ ലിസ്റ്റായിട്ട് വെബ്സൈറ്റിൽ തന്നെ തന്നിട്ട് പേയ്മെന്റ് വെബ്സൈറ്റിൽ തന്നെ, അങ്ങനെയാണ്. എനിക്ക് ആരാണ് ഗിഫ്റ്റ് തന്നത്? അത് പേര് റിവീൽ ചെയ്തിട്ടില്ല ആള്. പക്ഷേ ഒരു ലെറ്റർ അടക്കം ഒരു ഗിഫ്റ്റ് പാക്കാണ് വന്നേക്കുന്നത്. അത് ഞാൻ തരട്ടെ? ഇതിലുള്ള ഐറ്റംസ് അതിൽ ഗിഫ്റ്റിൽ നിന്ന് പുറത്തെടുത്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഞാൻ അകത്ത് പോയി സമാധാനത്തോടെ വായിച്ചോളാം. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു സോ മച്ച്. ഇതിന്റെ പേയ്മെന്റ് എല്ലാം ഉണ്ടോ? ഇല്ല, പേയ്മെന്റ് എല്ലാം ഓൾറെഡി ചെയ്തു. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്. ശരി, എവിടായിരുന്നു? ഞാന് ഒരു ചെറിയ പനി പിടിച്ച വാസവരെ, പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. ആണാ? ഒത്തിരി നാളെ കണ്ടിട്ട് കേട്ടാ. സത്യം വാസവ വല്ലപ്പോഴൊക്കെ സിറ്റി വരണം. അതെ ഞാനാണ് ഇപ്പൊ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ റെഗുലർ ആയിട്ട് വന്നോണ്ടിരിക്കുന്ന ഒരാൾ. മനസ്സിലായ പാപ്പന്? അതല്ലേ പിന്നെ വാസുമോന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം സിറ്റി വന്നിട്ടുണ്ട് ഇന്ന്. അറിഞ്ഞായിരുന്നോ? എന്ത് സാധനം? അറിഞ്ഞില്ലേ? ഇല്ല. ഇവിടെ നീ ഒന്നും പറഞ്ഞു കൊടുത്തില്ലടാ. സൂപ്പർ സാധനം 3021. അത് വേറെ അല്ല, അത് 3021. ഇതാര ലക്ഷാണ്? ഓർക്കായിരിക്കും മിക്കവാറും. അല്ല കോച്ച്. എന്നൊക്കെ അവിടോട്ട് പോവാ. ഒരു കാര്യം ചേട്ടാ, ഞാൻ നേരെ പോയിട്ട് ഞാൻ ഒന്ന് പോയി മേളത്തെ വെളിയിൽ കുറെ തുണി അയൽ വിരിച്ചിട്ടേക്കണ കേട്ടാ. ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും എടുത്ത് ഉണക്ക അകത്ത് വെച്ചിട്ട് ഇതാ വരുന്നു. പെട്ടെന്ന് വരാവേ. ഇല്ല കൊച്ചു വേണ്ട. എന്റെ സാധനങ്ങൾ ഞാൻ വേറെ ആരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ വരാം. ഞാനും ഈ ഇങ്ങേരും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങേറെ വല്യപ്പ മരിച്ചു പോയിട്ട് കാണാൻ കൊണ്ടുവന്ന് ജയിലുകാർ പറഞ്ഞിട്ട് പോലും ഒരു നോക്ക് പോയി വെള്ളം കൊടുക്കാത്ത അവരാണ്. ഇപ്പൊ എന്നെ സഹായിക്കാൻ എന്റെ ജട്ടി വിരിച്ചിടാൻ വരുന്നു, എന്നെ സഹായിക്കാൻ വരുന്നു. വലിയ മനസ്ത. സമ്മതിക്കൂല. 505. ഹലോ
ஹலோ. എന്താ കോച്ച്? ஸோ இப்போ தனியா பேசலாம், வேற எதுவும் இல்லை. ഓക്കെ, തനിയാ പേസ്. என்னன்னா அந்த நம்மளோட இன்வெஸ்டர் பேர் എന്താ? സാബ് ഗുരു. சாப் குரு வந்துட்டு ஒசாமாவோட ஏதோ டீல் பண்ணிருக்கு போயிட்டு. ஓகே, 24 கன்னு போன வாரம் வாங்கியிருக்கு. இந்த எஸ்டே ஆர் டே பிஃபோர் எஸ்டே ஒரு 10 கன் மேடிச்சிருக்கு. സാബ് ഗുരു. അതെ 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 അതെ. സോ അപ്പൊ നീ പോയി സാബ് ഗുരു கிட்ட കുറച്ച് സംസാരിച്ചാ എന്താ വിഷയം കുറച്ച് നോக்கலாம், அதுக்காக சொன்னேன். ஓகே, ഈ ഇൻഫോ കൊടുത്തത് സാബ് ഗുരുவோட ഫ്രണ്ടാണ്. பட் ஆனா அவனுக்கு சாப் குருவுக்கு தெரியாத இருக்கணும்னு பாத்துக்க சொல்லியிருக்கான். ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല, അത് നമുക്ക് കുഴപ്പമില്ല. சரி, ഓക്കെ ഓക്കെ. വെള്ളം കുടിക്കട്ടെ, അല്ലേ ചത്തു. എങ്ങനെ എടുക്കും? സോറി, എനിക്ക് വാലന്റൈൻസ് വീക്ക് വരാൻ പറ്റിയില്ല. സോ ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുക. റോസ് ഫോർ റോസ് ഡേ, എ റിംഗ് ഫോർ പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഫോർ ചോക്ലേറ്റ് ഡേ, ടെഡി ഫോർ ടെഡി ഡേ, ഐ പ്രോമിസ് ടു ബി ഓൾവേസ് ദെയർ ഫോർ യു പ്രോമിസ് ഡേ, ഒരു 100 ഹഗ് ഫോർ ഹഗ് ഡേ, കിസ് ഇല്ല ബട്ട് കിസസ് ചോക്ലേറ്റ് ഫോർ കിസ് ഡേ. വാലന്റൈൻസിന് ഞാൻ ഉണ്ടാവില്ല, ബട്ട് അഡ്വാൻസ് വാലന്റൈൻസ് ഡേ വിഷസ്. മിസ് യു, ഫുഡൊക്കെ കഴിക്കണേ, ഹാപ്പി ആയിരിക്കും, സ്നേഹം മാത്രം. ഇത് മറ്റേ എല്ലാരും എക്സ്പോസ് ചെയ്യുന്ന പുള്ളിയാണ്. വാലന്റൈൻസ് ഡേയുടെ പൂവ്, റിങ്, ചോക്ലേറ്റ്, ചെടി. ഇത് ദർശനാണോ? ദർശനം എഴുതിയിട്ടില്ല അതിലൊന്നും. എഴുതിയിട്ടില്ല. ഫുഡൊക്കെ കഴിക്കണേന്ന് പറയണത് ദർശനയാ. ശരിയല്ലേ ഫുഡ് കഴിക്കണേന്ന് പറഞ്ഞത്. എന്ത്? എനിക്ക് ദർശുവാണ് ഗിഫ്റ്റ് അയച്ചേ. അല്ലെങ്കിൽ എന്തിനു ചെയ്യും? അല്ലേ വേണ്ട, ഒരു ഐഡിയ ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ലൂസിയ. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. വേറെ ആരെങ്കിലും അയക്കാൻ സാധ്യതയുണ്ടോ? ബ്ലൂ. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. എല്ലാവർക്കും കേട്ട് സുമതിയമായ. അയ്യോ, ഒരാളുടെ ഉണ്ട്. സാനിയ എന്തിയ? സാനിയ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. എൻ്റെ ഐഡിയ എന്താണെന്നറിയോ? ഇവരെല്ലാവരും റിപ്ലൈ അയക്കും, അയക്കാത്തവരൊക്കെ റിപ്ലൈ അയക്കും. അതിന് ഞാൻ ഒന്നും അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ അയക്കും. അന്നേരം ഞാൻ അവരോട് പറയും, അപ്പോഴെങ്കിലും എന്നെപ്പറ്റി ഓർത്തല്ലോ, വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല എന്നങ്ങ് പറയും. മനസ്സിലായോ? അതിലവർ വീഴും, അവർക്ക് റിഗ്രറ്റ് അടിക്കും. അവരെനിക്ക് എന്തെങ്കിലും മേടിച്ചു തരും, അല്ലെങ്കിൽ നേരിട്ട് കാണാമെന്ന് പറയും. നിനക്കൊന്നും ബുദ്ധിയില്ലടാ. ഇതൊക്കെ നമ്മുടെ ഓരോ ട്രിക്സ് അല്ലേ? എടാ ലെക്സേ, നിന്നെ 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പിന്നെ എണ്ണം വന്നില്ലല്ലോ. ഇന്ന് ഞാൻ അറിഞ്ഞില്ല വരുന്നുണ്ടെന്ന്. ആണല്ലേ? ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ വന്നതാ. എന്താ ചന്ദ്ര ഇവിടെ നിന്നത്? അതോട്ട് വരാൻ എന്താ? അല്ല, അണ്ണാകത്ത് ഡ്രസ് പറഞ്ഞപ്പോ ഞാൻ എങ്ങനെ അണ്ണാ
ഡ്രസ് മാറുമല്ലായിരുന്നു, ഞാൻ തുണി മടക്കി വെക്കുമായിരുന്നു. അല്ല എനിക്ക് അറിഞ്ഞോളാണ് നമ്മളൊരാളുടെ പ്രൈവസിയിലോട്ട് കയറി പോണ ശരിയല്ലിട്ടുള്ള കാര്യമല്ലല്ലോ. പെണ്ണുപിള്ളക്ക് പൂ കൊടുത്തായിരുന്നാ? എന്ത് പൂ? ഇന്നെന്താ സൂര്യൻ തെക്കുതിക്കോ? ലോകത്തുള്ള പെണ്ണുങ്ങളുടെ എല്ലാം പുറകെ നടന്നിട്ട് ഒന്നും സെറ്റ് ആവാതെ വാലന്റൈൻസ് ഡേക്ക് കാമുകന്മാരും കാമുകാരും ആഘോഷിക്കുന്ന ദിവസം മാത്രം സിഗ്മയായിട്ട് അഭിനയിക്കുന്ന അച്ചിപ്പട്ടി. നമ്മളിപ്പോ റിയൽ സിഗ്മയാണ് ചന്ദ്ര. ഇങ്ങനെ നീ പറയാൻ വേണ്ടി നടന്നോ? എനിക്ക് ചോക്ലേറ്റ് ഡേയിൽ തന്ന ചോക്ലേറ്റ് ഞാൻ കഴിച്ചില്ലായിരുന്നു. ഒരു മിനിറ്റ് ഒന്ന് കഴിച്ചു. അന്നനാമത്തിൽ കൊടുക്കാൻ നോക്കണേ. ഇല്ല ഇല്ല. കണ്ടിയാ അത് സ്വാമി ശർമ്മ. അണ്ണൻ ഇപ്പൊ ആരും ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ വാറൊക്കെ എന്ത് ചെയ്യണ? ഇന്ന് ഫേസ് ആണല്ലേ, വാറല്ലല്ലോ. ആ ലൂസിയ മെസ്സേജ് ഹലോ, ഞാൻ വിളിച്ചാണോ അവനെ? നീ എന്നെയാണല്ലോ ഇടിച്ചു തന്നിട്ട്? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ എന്റെ കണ്ണാടി പോയി എന്റെ. റേഡിയോ കേറില്ല. ഞാനൊരു കാര്യം പറയാം. എന്തായാലും നമുക്ക് ആർക്കും പെണ്ണ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരുത്തൻ ഈ വാലന്റൈൻസ് ഡേക്ക് ഈ കടൽ തീരത്ത് ഇവന്മാർ ഇടയ്ക്ക് മണ്ണ് വാരി ഇടണം കേട്ടാ. ഞാനൊന്നും ഉപദ്രവിക്കാറുണ്ട് ഈ വാലന്റൈൻസ് ഡേക്ക് ആഘോഷിച്ച് കിടക്കണ. എന്താ? ഞാനിങ്ങനെ ഉപദ്രവിക്കാറുണ്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ. അവിടെ ബീച്ചിൽ കുറെ എണ്ണം മറ്റേ ലവിന്റെ സിമ്പലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറെ എണ്ണം ഇരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, അതില്ല ബാക്കി എല്ലാവരുടെ ഉണ്ട്. എനിക്കൊരു അർജന്റ് കോൾ വിളിക്കണം, അത് പറഞ്ഞപ്പോഴും ഓർത്തെ. ഒരു ഫോട്ടോ നോക്കിയാ കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം. എന്താ കേട്ടില്ല? പുറകോട്ട് കണ്ണു തുറന്ന് നോക്കണ്ട. കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം ആ വെളിച്ചം. റൈറ്റ്. അപ്പാപ്പനെ ഓൾറെഡി കണ്ടായിരുന്ന, വെളിച്ചം കണ്ടിട്ടാ ഞാൻ കേറിയത്. അപ്പാപ്പന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു കേട്ടാ. കെടാ വിളക്ക് നമ്മുടെ വീട്ടിലെ സംസാരം കെടാ വിളക്ക്, അതായത് കെടാത്ത വിളക്ക്. അതിലെനിക്ക് ഒരു ഫോട്ടോ ലോഡായുള്ള ലെക്സ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ എന്തോ പണ്ടെന്തോ വെച്ചാ കൊള്ളാടാ കിടിലും. ഇതെനിക്ക് അല്ലാതെ നയിച്ചേർന്നേ വാൾപേപ്പർ. അപ്പാ വാലന്റൈൻസ് ഡേ ആയിട്ട് സിറ്റിയില് കുറച്ച് പെമ്പിള്ളേർക്ക് എന്താ വൈറ്റ് ലിസ്റ്റ് കൊടുക്കാൻ? അപ്പാ നമ്മുടെ ഇവിടെ ഇപ്പൊ പെമ്പിള്ളേര് കുറവാ അപ്പാ. എല്ലാരും സെറ്റ് ആയി പോയി. സെറ്റ് ആവണം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വന്ന അപ്പൊ വന്ന ഒരു കാര്യം പറയണ്ട്. എന്താണ് പേരില് വരെ സിംഗിൾ എന്നിട്ടിട്ട് മൂഞ്ചിത്തരം കാണിക്കുന്നവനൊക്കെ. ആമിയെ അപ്പൊ അതെ അപ്പൊ എന്തെങ്കിലും ഒരു ഡീൽ ചെയ്യാൻ പറ്റും. അതായത് വൈറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ ആരുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിക്കണം. അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? 5 മിനിറ്റിൽ ഇവിടെ ഇപ്പൊ പോണത്. പുതിയൊരു പരിപാടി അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി. പെമ്പിള്ളേർക്ക് വൈറ്റ് ലിസ്റ്റ് കൊടുക്കണമെങ്കിൽ എന്റെ ഒരു ഇന്റർവ്യൂടെ പാസ് ആവണം. പുതിയൊരു വൈറ്റ് ലിസ്റ്റ് ഉണ്ടോന്നല്ല വാസവനെ, പരന്ത വൈറ്റ് ലിസ്റ്റ്. അത് വേണ്ട, ഇത് മതി. പെമ്പിള്ളേർ ആര് വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ വന്നാലും ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് എന്റെ ഇന്റർവ്യൂ, അത് പാസ് ആവണം. അത് സെറ്റ് ആക്കാൻ പറ്റുമോ അപ്പൊ? പിന്നെന്താ, നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ ഇടാം. എന്റെ സെർവറാടാ. ആ വൈറ്റ് ലിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വൈറ്റ് ലിസ്റ്റ് കിട്ടുമെന്ന് പറയാം നമുക്ക്. ഏത് അത്രേ ഉള്ളൂ, പിന്നെ അല്ല. അത് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പൊ എന്നെ എന്തോ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കാന്ന് പറഞ്ഞേ? വാസവന്റെ വിഷമം മനസ്സിലാക്കി അപ്പാപ്പന്റെ സൗണ്ട് കുറവാണല്ലോ. ഷൗട്ടാണോ? ഷൗട്ടാണോ അത്?
അല്ലല്ല സൗണ്ട് കുറവാ ഷൗട്ടിൽ ഇടാൻ. ഈഗിൾ ഫയൽസ് ലോഡിങ്. ഇല്ല കുഴപ്പമില്ല. പറ. വാസുപോന്റെ വിഷമം മനസ്സിലാക്കി അപ്പാപ്പൻ വാസുപോന് വേണ്ടിയിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഈ വാലന്റൈൻസ് ഡേക്ക് വാസുപോന്റെ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. പറഞ്ഞാ മതി. എടാ വണ്ടി എടുക്കാം. അപ്പൊ നല്ലൊരു വണ്ടി പോയാലോ നമുക്ക്? എന്താ സുമതി അമ്മായ സാരി ഉടുത്തങ്ങാണ് അവിടെ വെച്ചിരിപ്പിക്കാണ്. അടിക്കാണ് ഞാൻ. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കളയോ എനിക്ക്. വാ പോവാം. അവിടെ എന്റെ ആളി എന്തൊരു ഇവിടെ ഏതാ ഈ മല ഒരു മിനിറ്റ്. പാർട്ടിക്കാണെങ്കിലും ചന്ദ്രൻ അലീനെ പിടിച്ചിട്ടാ അവിടുന്ന്. ചന്ദ്രനോട് പറയാതെ പോയിട്ടാ. ഹലോ, ഇതെന്താ അപ്പാപ്പ? എന്നെ വന്ന് മൂക്കമുടി കൊറ്റിയിടിയുന്നു. പിന്നല്ലേ എന്നെ നേരെ വന്ന് ഒറ്റയടി. തീർത്തില്ല. ആണാവണ്ണൊന്നുമില്ല. തലക്കാണ് കിട്ടി. പിന്നല്ല ഒന്നങ്ങ് എറിഞ്ഞില്ലേ അവളിനി കളിക്കാൻ. അമ്മ എവിടെയാ പോകുന്നേ? അല്ല ഞാൻ നോക്കിയതാ. ഓരോ റൂമിന്റെ താക്കോല കണ്ട. അതെ ഇങ്ങനെ രണ്ട് കുറ്റിയുള്ളു. എല്ലാം ഒരേ താക്കോല്. ഒരെണ്ണം മിസ്സിംഗ് ആണല്ലോ, 2 മിസ്സിംഗ് ആണല്ലോ. രണ്ട് റൂമില് ആര് വെടിയടിക്കാൻ കയറിയോ? ഇത് നാളെ ഫുള്ള് ബുക്കിംഗ് ആണോ? ഇങ്ങോട്ടോ പറഞ്ഞില്ല. ഇത് വാസമോനെ, നമുക്ക് ഈ മുറികളൊന്ന് തപ്പണം. ഈ മുറിക്കകത്ത് വാസമോന് വേണ്ട സംഭവം ഒളിച്ചിരിപ്പുണ്ട്. വാ കണ്ടുപിടിക്കാം. ഈ മുറിക്കകത്തോ? ഇത് നമുക്ക് പറ്റിയ ഹോട്ടലല്ല. വേണ്ട അണ്ണാ നമ്മളെ സിഗ്മയല്ലേ അണ്ണാ? എന്താ ഇങ്ങനെ? എന്താ ഇവിടെ എവിടെ കൊണ്ടുവന്ന സ്വാമിയെ? ചന്ദ്രൻ പറ്റിയ ഹോട്ടലിട്ടോ ചന്ദ്രൻ. പോണി അപ്പാപ്പൻ. ഇവിടെ കടപ്പുറങ്ങി ഇവിടെ വഴി കടപ്പുറങ്ങി. ഈ ചേച്ചിയെ കണ്ടോ? ഈ ചേച്ചി, ആ ചേച്ചിയൊക്കെ പറ. കണ്ണു വെച്ച് ഗേൾഫ്രണ്ട് ഹാസ് ബീൻ സ്പോൺഡ്. അണ്ണനെ അടുത്ത് നിൽക്കുന്നു. ആളില്ലാത്തല്ലോ. എടാ നീ ഒന്ന് പോയടാ. 24 മണിക്കൂർ എന്റെ സാമാനത്തെ തൂങ്ങി നിക്ക്. അവന്റെ വാലന്റൈൻസ് ഡേക്ക് പോലും എന്നെ വെറുതെ വിടത്തിൽ. കുട്ടി അകത്തോട്ട് കയറാൻ ചെറിയൊരു വിസമ്മതം കാണിക്കുന്നുണ്ട്. റൂമില് വരൂലല്ലേ?
വാസവന് വണ്ടിയിലൊക്കെ കയറും. വാസവനെ ആ കുട്ടിയെ നോക്കിയിട്ട് വാസവന്റെ മനസ്സിന്റെ അകത്തുള്ള സങ്കല്പം ഉണ്ടല്ലോ, ഇത്ര മുടി വേണം, ഉള്ള കുട്ടിയായിരിക്കണം, അങ്ങനെ ഒന്ന് റെഡിയാക്കിയ കുട്ടീനെ ഒന്ന്. ഞാന് അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ ലോയലാണേ, അണ്ണൻ ലോയലാണേ, ചീത്താക്കലേ. കേട്ടില്ല. ഞാൻ ലോയലാണ്. വാസണ്ണ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ചാമ്പ്യൻ തുടങ്ങട്ടെ അല്ല, എന്റെ പോലെ ചാമ്പ്യൻ തുടങ്ങട്ടെ അണ്ണ. 2 മിനിറ്റ് പോലും ആയില്ലല്ലോ നീ അങ്ങോട്ട് പോയിട്ട്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. റെക്കോർഡ് ഇതിന്റെ പേഴ്സൺ റെക്കോർഡാ, ക്ലിയർ ആണേ. ഇനി അണ്ണ ഇങ്ങോട്ടാ ഒരു കാര്യം പറയട്ടെ. വോട്ടിന് പോലും വേണ്ട കുട്ടി. അപ്പനെ കുറച്ചുകൾ മാറി മാമയാവാനാണ് കേട്ടാ. എന്താ തോന്നിയാസം പറയരുത്. അപ്പാപ്പ ഇവള് വരുന്നില്ല. എന്തിനാ സാമിശാരം പറയണേ? അണ്ണാ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണാ, നമ്മുടെ പ്രസ്റ്റീജ് ഗ്യാങ് ലീഡർ കാണിക്കുന്ന കോഴത്തിനെ ഞാൻ ആൾക്കാർ മേളിൽ അവിടെ നോക്കുന്നുണ്ട് അണ്ണാ. നമ്മള് മറിഞ്ഞിരിക്കാം. കണ്ണു വെച്ച് എന്തൊക്കെയാ കാണിക്കുന്നത്? സംഭവിക്കുന്നത് ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇവിടെ ഒന്ന് മാറിക്കോടാ നീയൊക്കെ ഒന്ന്. റൂമിലോട്ട് കറന്നു വെച്ച് എന്തൊക്കെയാ സംഭവിച്ചത്? ഇത് അനുസരിക്കുന്നില്ലെങ്കിൽ അകത്ത് നമ്മൾ എടുത്തില്ലേ, അവിടെ പോയി ഇവിടെ പറഞ്ഞു വിട്, എന്നിട്ട് ഒന്നും കൂടെ എടുക്ക്. അപ്പാപ്പ അവള് കുട്ടി അയ്യേ എന്താണ് ഡ്രസ്സിൽ ഇവർക്ക് എന്താ? കൊറേ ഡ്രസ്സുണ്ട് കേട്ടോ ഇതിനകത്ത്. അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. കുട്ടി ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ഓടല്ലേ, അങ്ങനെ പെട്ടെന്ന് ഓടല്ലേ. അണ്ണൻ ബോട്ടിനെ ബിസിയാണ് പ്ലീസ് ഒന്ന് മാറി കൊടുക്കണേ, വഴി മാറി കൊടുക്കണേ ഗേൾഫ്രണ്ടിന് ഒന്ന്. ഡെല്ലുലു കുട്ടിയുടെ പേരെന്താ അണ്ണ? ഡെല്ലുലു വാ. അണ്ണ വേറൊരു കാര്യം അണ്ണനോട് ചോദിക്കാറുണ്ട്. ഹലോ ബ്രോ. ഹലോ ബ്രോ ഒന്നിങ്ങോട്ട് വരും, ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വരിക. വരരുതേ. വാ. വേറെ ആരും വരലടാ. ഒരു മിനിറ്റ്. ബ്രോ എന്റെ കൂട്ടത്തിലൊരാള് അവിടെ ദേഷ്യം മാറി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കൂ. കണ്ടാ? അപ്പൊ ഞങ്ങളിങ്ങനെ ആൾക്കാരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ആർക്കെയും ബ്രോനെ ആർക്കെങ്കിലും പൊക്കാനുണ്ടോ? മീൻസ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും പൊക്കാണ്ടോ? നമ്മള് പൊക്കി തരാം. കൂട്ടത്തിൽ ഈ പെണ്ണിനെ കണ്ട ഗുണം മാറുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും ഡീസന്റാ. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അവിടെ നിൽക്കുന്ന അവിടെ സെറ്റാണല്ലോ. എന്താന്ന് വെച്ചാ ബ്രോ, ഞാന് എന്റെ ഗേൾഫ്രണ്ട് പുറത്തുനിന്ന് വന്നാ തായ്ലൻഡിൽ നിന്ന്. പുള്ളിക്കാരുടെ കൂടെ ഇന്ന് ഡേറ്റിന് പോവാന്ന് പറഞ്ഞു പോയി. ഇതാണ് ഗേൾഫ്രണ്ട്? അതെ. ഇങ്ങനത്തെ കൊറേ ഗേൾഫ്രണ്ടിനെ ഇപ്പൊ അവിടെ കാണാണ്ട്. ഇതല്ല ഇത് ഡെല്ലുലു. ഇത് ഡെല്ലുലു. ഓക്കെ. ഞാനിപ്പോ വരാം 2 മിനിറ്റ്. ഓക്കെ. ശരി. ഡെല്ലുലു വരൂ. എനിക്കും വേണം ഒരു ഡെലിവറി.
എന്നെ വഴിക്ക് വിടണം പ്ലീസ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല ഇന്നത്തെ ദിവസം. അണ്ണനോട് വേറെ കാര്യം സംസാരിക്കണം. അണ്ണ നിക്കണം. നമ്മുടെ ഒരു കോൾ വിളിച്ചിട്ട് പറഞ്ഞേ നിങ്ങളൊക്കെ ലീഡറെ തട്ടാനുണ്ടെങ്കിൽ TV ഡ്രസ് ഷോപ്പ് കാണാതെ. ആര് പറഞ്ഞു? ഒരുത്ത കോൾ വിളിച്ചിട്ട് പറയുക നിങ്ങളൊക്കെ ലീഡറെ തട്ടാനുണ്ടെങ്കിൽ TV ഡ്രസ് ഷോപ്പ് കാണാതെ. നിങ്ങളൊക്കെ ലീഡറിനെ പിന്നെ അവന്മാരത് ഡ്രസ് ഷോപ്പിൽ നിന്നുണ്ടല്ലോ നമ്മുടെ നട്ടല് പ്രൂവ് ചെയ്തത്. ഒന്ന് സംസാരിച്ചു നോക്കണ്ണ. ഒരു രണ്ട് നല്ല നല്ല മനസ്സിനുടമയാ. നമ്മുടെ ഭാഷയില് സംസാരിച്ചാൽ മതി. എനിക്ക് ആദ്യം എടാ പെണ്ണ പോയി വല്ല റബ്ബർ നട്ടാലും വെച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചന്ദ്രബോസ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ടെസ്റ്റ് ചെയ്ത് ഹലോ എടാ പെണ്ണ വല്ല റബ്ബർ നട്ടന്റെ എടുത്ത് വെച്ച് നടക്കണ സാരി കാണോ മാനോ ഇല്ലാത്ത മോണ്ണം. എടാ പിള്ളേ പോയി രണ്ട് എല്ലി വരാൻ എന്റെ എല്ലാം കഴിച്ചോണ്ടിരിക്കണം. നിന്ന് കടിച്ചോ പോടാ പട്ടി പൊടിച്ചിപ്പട്ടി. എടാ നാട എടാ പിള്ളേ പോയി രണ്ട് ഫോറിന് എല്ലാം കഴിച്ചോണ്ടിരിക്കണം മോണ്ണെ. എല്ലാരും പറഞ്ഞോ മനസ്സിലെല്ലാം ദേഷ്യം പോടാ മോണ്ണെ. എടാ നീ ആ റബ്ബർ നട്ടനും വെച്ചോണ്ടാ പോയി വല്ല സാരി അറ്റി പോട്ടെ. പോടാ മോൺ വരുവടാ വരും. എങ്ങോട്ട് വിളിച്ചു? പേര് വാസു. വാസു ആ ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി വിളിക്കുന്നുണ്ട് അങ്ങോട്ട്. അവിടെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ വൈഫ് വിളിക്കുന്നു. കുട്ടി എന്താ പറയണ്ടത്? കുട്ടി എന്താ പറയണ്ടത്? കുട്ടി പറഞ്ഞോ. പിടുത്തി പെണ്ണും കൂടെ പോയി. വാസുപുരെ വിളിച്ച കൊച്ചിതല്ല, ആ കൊച്ചു അപ്പുറത്തോട്ടാ പോയെ. ഇല്ല ഞാനാണ്. ഇതാരാ തായ്ലൻഡിൽ നിന്ന് വന്നാത്രേ. ആ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പിടിയിൽ വീണിരിക്കുന്നല്ലേ. അവനെ ഇതാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു കമ്പിന്റെ പുറത്ത് ഒരു പെങ്കൊച്ചിന്റെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ വന്നിരുന്ന് ചുമ്മാ സംസാരിച്ചോളൂ. അവനൊക്കെ നേരത്തെ എക്സ്പോസ്ഡാ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. മനസ്സിലായ? അതിൽ പ്രത്യേകിച്ച് അതിശയൊന്നും ഇല്ല എനിക്ക്. അപ്പനെ കാണാൻ ശരിക്കും വന്നേന്ന്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം പാപ്പ. ഡൽഹിയിലോ കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യണ്ടായിരുന്നു. ആരാ പാടില്ലല്ലോ. എത്ര രാവ് അപ്പം അപ്പൻ അങ്ങോട്ട് ഇറങ്ങുവാന്ന്. അവൻ പോണോ? അപ്പൻ പോവാന്ന് വാസുമനെ. അപ്പം ഈ വാലന്റൈൻസ് ഡേക്ക് അപ്പൻ വാസുമന് തന്ന വാക്കാണ് വാസുമൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന്. താങ്ക് യു അപ്പാ. ഡൽഹിയിലും എന്റെ കൂടെ ഉണ്ട്. ഡൽഹിയില് വാസുമൻ
പൊന്നുപോലെ സൂക്ഷിക്കുക. ഉറപ്പായിട്ടും, ഇതില് വണ്ടി കയറും, ഉറപ്പായിട്ടും. എല്ലായിടത്തും കയറും. ഹഗ് കിസൊക്കെ വർക്കിംഗ് ആണ്. അഖിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. അപ്പൊ കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ വേണമായിരുന്നു. ഡെലൂലുവിന്റെ മുഖം എങ്ങനെ കുറച്ചുകൂടെ ഓപ്ഷൻസ് അല്ലേ? നാളെ അല്ലേ വാലന്റൈൻസ് ഡേ? നാളെ ഒരു ആൺരൂപം നമുക്ക് സെറ്റ് ആക്കാം. ഡെല്ലിലു വേണ്ട 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 ഡെല്ലിലു വേണ്ട 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 വേറെ അടിച്ച് ഇതാരാ? കാണുന്നില്ലല്ലോ. ഞാനാ പെണ്ണ്. ചാവൂല 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 ചാവൂല. അയ്യോ എന്നടിക്കല്ലേ. ഒന്ന് മാറിക്കോ, ഒന്ന് മാറിക്കോ. അത് ചാവൂല ബ്രോ, ചാവൂല ചാവും, ചാവൂല. ഡെല്ലിലു ഒന്ന് മാറിക്കോ. ഞാൻ വന്നപ്പോ ചത്തില്ലല്ലോ. നമ്മള് കൊറേ നേരമായി സത്യം. അത് ദേഷ്യം വരില്ല. ഡെല്ലിലു വാ. ചന്ദ്ര നിങ്ങളൊക്കെ എവിടെ? ചന്ദ്ര ചന്ദ്രനകത്തില്ലേ? ഇവിടെ എല്ലാരും എവിടേക്കാണ്? എന്റെ സൗണ്ട് പോയാണോ? ഹലോ, അല്ലല്ല, ഞാൻ ഇപ്പുറത്തൊരു മലയല്ല, കുറച്ച് മാറിയിട്ട്. ആ നീ എപ്പോഴത്തേനും മല പിടിച്ച്? അല്ല, ഞാൻ ഇത് ഒരു കല്ല് ഓഫ് റോഡ്. ഓക്കെ. ഇങ്ങനൊരു ഓപ്ഷൻ റിയൽ ലൈഫിൽ ഉണ്ടാവോ ബ്രോ? നാളെ സിംഗിൾ കാണുമ്പോ എന്തൊക്കെ തരം മനുഷ്യന്മാരല്ലേ? അയ്യോ എടാ, നമ്മുടെ വണ്ടി എവിടെടാ പാർക്ക് ചെയ്തേ? വണ്ടി എവിടായിരുന്നു നമ്മളോട്ട് നിർത്തി? അതാ കിടക്കുന്ന കൊമ്പൻ. ഹലോ ഹലോ ബ്രോ. ആ ഹലോ. ഇവിടെ പോയി ഇതെന്താ പരിപാടി? ഇവിടെ പരിപാടി എന്താ ബ്രോ? അവിടെ ആരോ പത്രം വായിക്കുന്നു, അതൊന്നും നിർത്താവോ ആദ്യം? ബ്രോ പറയുന്നത് കേൾക്കുന്നില്ല. ഇവിടെ പരിപാടി നടക്കുന്നത് വാലന്റൈൻസ് ഡേയുടെ പരിപാടി, കപ്പിൾസ് ആയിട്ടുള്ളവർക്ക് മാത്രം. ഞാനെന്താ ഇവിടെ നിൽക്കണം? ആ അതാ തിരിച്ച് ബസ് കയറി കിട്ടോ. ബാക്കിയുള്ളവരൊക്കെ പോയേ? ആ ബാക്കിയുള്ളവരെ കാണുന്നില്ല. എടാ നീ അവരൊന്ന് കണ്ടുപിടിച്ചേ ജസ്റ്റ് ഒന്ന്, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ.